ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കുഞ്ഞുമക്കളും ജൂൺ ഫസ്റ്റിനൊക്കെ കുറേയേറെ ഒരു 90% സ്കൂളും റീഓപ്പൺ ആയി. അവർ പുതിയ വർഷത്തിലേക്ക് കടന്നു. പുതുവർഷ എന്തോന്ന് പറയാ മറന്നുപോയി. പുതിയ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ വേദയ്ക്ക് ആക്ച്വലി ഇന്നാണ് സ്കൂൾ തുറക്കുന്നത്. ജൂൺ 3 വെനസ്ഡേ ആണ് സ്കൂൾ തുറക്കുന്നത്. വീഡിയോ ഇടുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ സ്കൂൾ തുറന്നു. അപ്പം ഞാനിപ്പോൾ നെട്ടയത്താണുള്ളത്. വേദയ്ക്ക് ഇന്നലെ ട്യൂഷൻ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ നെട്ടയത്ത് വന്നിട്ട് പിന്നെ പോകാനും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പോയില്ല. ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ നിന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയുമാണ്. വേദയ്ക്ക് പുട്ടും മാങ്ങയും വേണമെന്ന് പറഞ്ഞു. എനിക്ക് പുട്ടും കടലക്കറി ഇഷ്ടമായതുകൊണ്ട് മോമി പുട്ടും മാങ്ങയും പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി. കുഞ്ഞു ഇറങ്ങിയെന്നല്ല. അപ്പോൾ 3 months ആവാൻ പോവല്ലേ. അപ്പൊ അതുകൊണ്ട് അവള് ഉറങ്ങി തുടങ്ങി. പുട്ട് പിന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പുട്ടും കടലക്കറിയും ഓക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. വേദയ്ക്ക് യൂണിഫോം ചേഞ്ചാണ്. വേദ കുളിച്ച് റെഡി ആവുന്നുണ്ട്. വേദയുടെ ചാനലിൽ ഇടാനൊരു വീഡിയോ എടുത്തരണേ അമ്മ, ഫസ്റ്റ് ഡേ ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുളിക്കാൻ കയറിയിരിക്കുന്നു. ഞങ്ങൾ യൂണിഫോം ഇട്ടിട്ട് ഇറങ്ങി വരട്ടെ എന്നിട്ട് നമുക്ക് കാണാം. ഇന്ന് 8 AM to 12 PM വരെയാണ് വേദയ്ക്ക് ക്ലാസ്. അപ്പോൾ രാവിലെ ഞാൻ കൊണ്ടാക്കും. തിരിച്ച് നമുക്ക് അവിടെ നിന്ന് ഓട്ടോ ഉണ്ട്. ഓട്ടോയിലാണ് വേദ പോകുന്നത്. തിരിച്ച് ആ ഓട്ടോ തിരിച്ച് വേദയെ കൊണ്ടൊന്നാക്കും കേട്ടോ. വീട്ടിൽ കൊണ്ടാക്കും. അപ്പോൾ 7 o'clock കഴിഞ്ഞു. 6 o'clock കഴിഞ്ഞു. 7:30 ആകുമ്പോൾ നമ്മൾ തിരിക്കും. 8 AM ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 7:50 ഒക്കെ ആകുമ്പോൾ സ്കൂൾ എത്തുന്നു. അപ്പോൾ 7:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു രാത്രി. മഴയൊക്കെ മാറി അങ്ങനെ ഇരിക്കുന്നു. പോവാൻ സമയം മഴ ഉണ്ടാവല്ലേ എന്നാണ് പ്രാർത്ഥന. കുഞ്ഞിയുടെ അത്ര ഉണ്ടായിരുന്ന ഇത്തിരി പോകുന്നൊരു കൊച്ചായിരുന്നു വേദ. കഴിഞ്ഞ വർഷം വരെയും ഞാൻ വേദയ്ക്ക് സോക്സ് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞ് കമൻറ്റ് കേട്ട ആളാണ്. ഇത്രയും വലിയ കൊച്ചിന് സോക്സ് ഇടുന്നു. ഇപ്പം അതേ സ്വന്തമായിട്ട് കണ്ണെഴുതുന്നു, പൊട്ടു തൊടുന്നു, മുടി കോതുന്നു, എല്ലാം വേദ തന്നെയാട്ടോ ചെയ്യുന്നത്. വേദ ഇനി എത്ര വലുതായാലും അവൾ എനിക്ക് ചെറുതാണ്. അവൾ സോക്സ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ സോക്സ് ഇട്ട് കൊടുക്കും, മുടി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ മുടി കെട്ടിക്കൊടുക്കും. പക്ഷെ ഇപ്പോൾ അവൾ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അച്ഛൻ രാവിലെ തന്നെ വേദയ്ക്ക് വേണ്ടിയിട്ട് മാങ്കോ ചെത്തി വെച്ചിരിക്കുകയാണ്. വേദയ്ക്ക് പുട്ടും മാങ്ങയും വേണം. സോ ഗൈസ്, നമ്മൾ താരമായ വേദ ഇന്ന് കാണിക്കാൻ പോവാണ്. ഇങ്ങോട്ട് തിരി ഫുള്ള് പിന്നീട് ബോട്ടിൽ വെക്കാം. ഇതാണ് വേദയുടെ 8th സ്റ്റാൻഡേർഡിലെ യൂണിഫോം എന്ന് പറയുന്നത്. വേദ ചേഞ്ച് ആയിട്ടുണ്ട്. ഭയങ്കര ജാട വേദയ്ക്ക്. വേദയ്ക്ക് ഭയങ്കര ജാട പാൻസ് ഒക്കെ ആയപ്പോ. ഓക്കെ റെഡി ആയിക്കോ. കഴിഞ്ഞ വർഷം എൻ്റെ കൊച്ച് സ്വന്തമായിട്ട് സോക്സ് ഇട്ടില്ല, ഞാനിട്ട് കൊടുത്തെന്ന് പറഞ്ഞ ഞാനും എൻ്റെ കൊച്ചും കേട്ടതിന് കയ്യും കണക്കുമില്ല കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഇപ്പം അതേ എൻ്റെ കൊച്ച് സ്വന്തമായിട്ട് സോക്സ് ഇടുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവൾക്ക് സോക്സ് ഇടാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല, നമ്മുടെ ആ സ്നേഹവും വാത്സല്യം കാണിക്കുന്നത് കൊണ്ട് സോക്സ് ഇടുന്നു, ചോറ് വാരി കൊടുക്കുന്നു, എല്ലാം അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. എങ്ങനെയുണ്ട് പുട്ടും പഴം മാങ്ങയും കോമ്പിനേഷൻ? കൊള്ളാമോ? പൊന്നു വാ, അടുത്തിൻ്റെ ഫോട്ടോ സെഷൻ. സ്റ്റാറ്റസ് ഇടണം, ഫേസ്ബുക്കിൽ ഇടണം. ബാക്ക് തൊക്കുന്നില്ല, ഫോട്ടോസ് എടുക്കാം. സോ ഗൈസ്, നമ്മൾ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞു. ഫേസ്ബുക്കിലിട്ടോ വാട്സപ്പിലിട്ടോ, അതാണല്ലോ മുഖ്യം. അതെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മളിതേ പോവാണ്. വേദാ വാ പോവാം. അങ്ങനെ അച്ഛനോടും അമ്മയോടും ചീമയോടും ഒക്കെ ടാറ്റാ ബാബായ് പറഞ്ഞ് വേദയെ സ്കൂളിലേക്ക് പോവാണ്. ഹൈസ്കൂളായിട്ടുണ്ട് വേദ. 8ാം ക്ലാസ്സിലേക്കാണ്. 8ാം ക്ലാസ്സിലെ ആദ്യ ദിവസമാണ് ഇന്ന്. അവർക്ക് ജൂൺ 3 സ്കൂൾ തുറന്നിട്ടുള്ളത്, ജൂൺ 1 ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വേദയ്ക്ക് അങ്ങനെ സ്കൂളിൽ പോകാൻ മടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല. പിന്നെ സ്കൂളില്ലാന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകാൻ മടി, കരച്ചിൽ, പിണക്കം, പോകുന്നില്ല, അങ്ങനെ ഒരു പറച്ചിലൊന്നുമില്ല കേട്ടോ. മെയിൻലി എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോകാണ്ടിരുന്നാലും ശരിക്കും നോട്ട്സ് ഉണ്ടാവും. അത് വീട്ടിൽ വന്നിരുന്ന് എഴുതുന്നതിനെ കാട്ടി സ്കൂളിൽ പോയിരുന്ന് എഴുതുന്നതായിരിക്കും നല്ലതെന്ന് കരുതിയിട്ടാവും. എന്ത് തന്നെയായാലും ഞാൻ രാവിലെ വേദയെ സ്കൂളിൽ കൊണ്ടുവിട്ടു. വേദയെ സ്കൂളിൽ വിടുന്നത് വരെ മഴ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് എൻ്റെ വീടെത്താറായതും പെരുമഴ കേട്ടോ. ഞാൻ ഇന്നലെ 2 വീലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. 2 വീലറിലാണ് തിരിച്ച് വന്നത്. മഴ അത്രയും ഞാൻ നനഞ്ഞു. എന്നെ നനയ്ക്കാൻ വേണ്ടിയിട്ടൊരു മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയെല്ലാം നനഞ്ഞ ശേഷം നമുക്കിന്നൊരു കുഞ്ഞു പരിപാടിയുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴേക്കും 12 മണിയായപ്പോൾ വേദ വന്നു കേട്ടോ. അപ്പോൾ വേദ വരുന്ന വീഡിയോ കൂടെ കാണിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോ അങ്ങ് ഇന്നത്തത് എൻഡ് ചെയ്തേക്കാവേ. ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് കാണിക്കാമെന്ന് കരുതി. ഓക്കെ.
എത്ര സ്റ്റുഡൻസ് ക്ലാസ്സിൽ? ആര് ക്ലാസ് ടീച്ചർ? പിന്നെ ന്യൂ സ്റ്റുഡൻസ് ഒക്കെ വന്നോ? നിങ്ങൾ പഴയ കുട്ടികൾ മാത്രമേ ഉള്ളൂ? ഓക്കെ. എത്ര ഡിവിഷൻ? എയും ബി. ഇന്നത്തെ സി ഉണ്ടായിരുന്നില്ല, ഇപ്പം സി ഇല്ലല്ലേ? 44 സ്റ്റുഡൻസ്. സിന്ധു മിസ്, ആരൊക്കെ ഏതൊക്കെ മിസ്സുമാരുണ്ട്? ഹാപ്പി? എന്ത് എന്നൊരു സ്പെഷ്യലുണ്ട്. അതിനെ സ്പെഷ്യല് എന്തോന്ന് പറ. അതിനെ സ്പെഷ്യൽ എന്തോന്ന് പറ. നീ പറ, നിനക്ക് ഇഷ്ടമുള്ളൊരു മീൻ. യെസ്, ഞാൻ കുളിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തരാമേ. മഴ മാറി നല്ല വെയിൽ വന്നു. വെയിൽ നോക്ക്, ഭയങ്കര വെയിൽ. ഞാൻ മല്ലി കഴുകിയിട്ടിട്ട് അപ്പോൾ 2 ദിവസമായിട്ടാണ് ഞാൻ ഉണക്കി ഇടുന്നത്. ഇത്ര വെയിൽ കാണത്തുള്ളൂ. ഈ വെയിൽ മാറുമ്പോൾ മഴയും തുടങ്ങും. ഉച്ചയ്ക്ക് ശേഷം രാവിലെ ഒരു നല്ല മഴയായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ടിട്ട് മല്ലി ഉണക്കാൻ പറ്റില്ല, അവിടെ ഫുൾ നനഞ്ഞ് കിടക്കും. അപ്പോൾ ഇതിനകത്തിട്ട് ഇവിടെ ഉള്ള വെയിലാണ് ഇപ്പോൾ 2 ദിവസം കൊണ്ട്. മല്ലി എത്ര ദിവസമായെന്നറിയില്ല, കഴുകിയിട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ ഉണക്കിയെടുക്കുന്നത്. അങ്ങനെ മഴ മാറി നല്ല വെയിൽ വന്നു. ഞാനേ രസം വയ്ക്കാൻ പോവേണേ. ഇഡ്ഡലി ഉണ്ടാക്കി, ചമ്മന്തി അരച്ചു, വീട്ടിൽ പുട്ടും കടലക്കറി ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നു. അയ്യോ, എൻ്റെ ചട്ടിയെല്ലാം എന്താ പുക പിടിച്ച്. ഞാൻ ഇനി രസം വയ്ക്കാൻ പോവാണ്. ചോറിട്ടു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു മീൻ വാങ്ങാൻ പോയി. മീൻ വാങ്ങാൻ പോയപ്പോൾ മീനൊന്നുമില്ല, മഴയൊക്കെ ആയതുകൊണ്ടേ കടൽ മീനൊന്നും എല്ലാം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചു കരിമീൻ വാങ്ങാൻ പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ അത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ, കരിമീൻ വാങ്ങാൻ പോവാന്ന് പറയുന്നത്. വാങ്ങാൻ പോണതല്ല പാട്, വന്നിട്ടത് ക്ലീൻ ചെയ്യാൻ. സാധാരണ കരിമീൻ്റെ നമ്മളിവിടെ പിനാലെന്ന് പറയും, ചിലർ ചെതമ്പലെന്ന് പറയും. ആ സാധനം ഇങ്ങനെ ഇളക്കിയെടുക്കത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കും. അത് ഭയങ്കര പാടാണ്. അതിൻ്റെ തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് കുറച്ച് പരിപാടിയാണ്. അതുകൊണ്ട് വേണോ വേണ്ടേന്ന് പറയുന്നത്. പിന്നെ വേറെക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ. അപ്പോൾ പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പിന്നെ 12, 1 മണി, 2 മണി വരെ ആ മീനിനോടൊപ്പം ഇരിക്കും. അതിൻ്റെ എല്ലാത്തിൻ്റെ തൊലിയെല്ലാം ഉരിച്ച് വരുമ്പോൾ ഒരു സമയമാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ കരുതി രസം ഇന്ന് വേറെ ഒന്നും വെക്കുന്നില്ല. രസവും ചോറും മീൻ വറുത്തത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. രസവും ചോറും ഉണ്ട്, എൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. ഭയങ്കര രസം വെച്ചിട്ട് പോയാൽ പിന്നെ വന്നിട്ട് ആ മീൻ ഉരിച്ചെടുക്കുന്ന പാടേ ഉള്ളൂ. പിന്നെ അതിൽ മസാലയൊക്കെ തേച്ച് പിന്നെ ഫ്രൈ ചെയ്യണ പാടേ ഉള്ളൂ. ഇത് വെക്കണ പാടില്ലല്ലോ. അപ്പോൾ ഇത് രസം വെച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ രസം വയ്ക്കുകയാണ്. എൻ്റെ ചട്ടി എങ്ങനെയുണ്ട്? നിങ്ങൾ എവിടെ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു നോർത്തിൽ പോയിട്ട് വന്നപ്പോൾ കന്യാകുമാരി നാഗർകോവിൽ കയറി കേരള ബോർഡർ എത്തുന്നതിന് മുന്നേ വാങ്ങിയതാണ് കേട്ടോ. ഇത് വെളുത്തുള്ളി, തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഇട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, രസം ഉണ്ടാക്കാനായിട്ട്. രസം ഉണ്ടാക്കാൻ ഞാൻ ആരെയും പഠിപ്പിച്ചു തരണ്ട, ഞാൻ ചുമ്മാ മല്ലിയില ലാസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ രസം ഉണ്ടാക്കുന്ന വീഡിയോ അല്ല ആക്ച്വലി കാണിക്കുന്നത്. ഞാനിതിപ്പോൾ പറയാൻ കാരണം കരിമീൻ വാങ്ങുന്ന വീഡിയോ ഞാൻ നാളെ കാണിക്കാം. ഇന്നിപ്പോൾ എന്തായാലും വേദയുടെ തവിയിൽ വെള്ളം ഇടുന്നു. ഇന്ന് വേദയുടെ സ്കൂൾ ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് എനിക്കറിയാം. പക്ഷേ കരിമീൻ വീഡിയോയുടെ ഇതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റിയാൽ ആ സ്കൂൾ ഓപ്പണിംഗ് വീഡിയോ അതങ്ങനെയാണ്, അത് വേറൊരു വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ കരുതി അത് വേറെ വീഡിയോ, ഇത് വേറെ വീഡിയോ ആയിട്ട് ഇടാനേ. ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടെല്ലാം കൂടി ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഞാനൊന്ന് വഴറ്റിയ ശേഷം ആണ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ട് ലാസ്റ്റ് മല്ലിയില കൂടി ഇടുക. ഭയങ്കര എളുപ്പമല്ലേ രസം വയ്ക്കാനായിട്ട്, അതുകൊണ്ടാണ് രസം വയ്ക്കുന്നത്. ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് കടുക് പൊട്ടിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കും. അത് ചട്ടി ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പുകഞ്ഞ് വരുന്നത്. കടുക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കായം എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ, പുളി എല്ലാം കൂടി അരച്ചതാണ്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മാത്രം മതി. ലാസ്റ്റ് വെള്ളവും കൂടി ഒഴിക്കുക, മല്ലിയില കൂടിയുടെ. അപ്പം നമ്മൾ കരിമീൻ വാങ്ങാൻ പോകുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ ബൈ.